അല്ലാഹുവിന്റെ റസൂലിനെ ഷെയറേ മുബാറക്കിനെ പറഞ്ഞു പോകരുത് കേട്ടോ. തീർച്ചയായും ഒരു ഖത്തീബിനെയും ഒരു തങ്ങളെയും ഒരു മുദരിസിനെയും അല്ലാഹു വിടൂല കേട്ടോ. സംശയിക്കേണ്ട കാര്യമില്ല, സംശയത്തിന് വയ്യില്ല. മക്കളെ ഇവിടെ വന്നു കഴിഞ്ഞു കേട്ടോ. അതാ മക്കളെ ചെറുപ്പക്കാരെ, എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ചത് റബ്ബാണെന്നുള്ള ബോധം കൽബിൽ വേണം കേട്ടോ. ഉമ്മയോ വാപ്പയല്ല കേട്ടോ, ആലോചിച്ചു കൊള്ളാം. അല്ലാഹുവിന്റെ അടിമകളാണ് ഞാനും നിങ്ങളും. ഏത് ഖത്തീബും ഏത് കാളിയാറും ഏത് തങ്ങളും ഏത് കുട്ടികളും അല്ലാഹുവിന്റെ അടിമയാണെന്നുള്ള ബോധം വേണം കേട്ടോ. മക്കളെ ചെറുപ്പക്കാരെ, കുറ്റക്കെട് കളിച്ചു പോകരുത്, അള്ളാഹു പറയാത്ത വഴിയിലേക്ക് പോകരുത്, അല്ലാഹുവിന്റെ റസൂലിനെ ചീത്ത പറഞ്ഞു പോകരുത്, ഷഹ്റേ മുബാറക്കിനെ പറഞ്ഞു പോകരുത്. മക്കളെ കോലം മറിച്ചു കളഞ്ഞു കേട്ടോ. നഊദു ബില്ലാഹ്. മാമാരെ, ഒരു ഖത്തീബിന്റെ പിന്നിലും പോകരുത് കേട്ടോ, ഒരു സയ്യിദിന്റെ പിന്നിലും പോകരുത് കേട്ടോ, ഒരു ഖാദിയാർ പിന്നിലും പോകരുത് കേട്ടോ. തീർച്ചയായും ശിക്ഷിക്ക തന്നെ ചെയ്യും, സംശയിക്കേണ്ട കാര്യം ആയിരിക്കുമില്ല കേട്ടോ. അതാ ചെറുപ്പക്കാരെ, നിസ്കരിക്കാത്തത് കൊണ്ടല്ല, നോമ്പ് നോക്കാത്തത് കൊണ്ടല്ല, ദിക്റും സലാത്തും ചെല്ലാത്തത് കൊണ്ടല്ല, മക്കളെ എന്താണ് മജ്ലിസ് ഇരിക്കാത്തത് കൊണ്ടല്ല, മക്കളെ മൗലൂദ് ചെല്ലാത്തത് കൊണ്ടല്ല, സദഖ ചെയ്യാത്തത് കൊണ്ടല്ല കേട്ടോ. ഫിത്ന പറഞ്ഞതിന്റെ പേരിൽ, അതാ ഹബീബിനെ കുറ്റം പറഞ്ഞതിന്റെ പേരിൽ റബ്ബേ എന്തൊരു ശിക്ഷ അല്ലാഹു ശിക്ഷിച്ചു പോയി കേട്ടോ. മക്കളെ, മനുഷ്യ ശരീരമാണ്, മുഖം നായന്റെ മുഖമാണ്, മുടി നായന്റെ മുടിയാണ്. അല്ലാഹു കോലം മറിച്ചു കളഞ്ഞു കേട്ടോ. ഖത്തീബന്മാരെ, വളരെ സൂക്ഷിച്ചു കൊള്ളണം നാവ്. തീർച്ചയായും അല്ലാഹു ശിക്ഷിക്ക തന്നെ ചെയ്യും, സംശയിക്കേണ്ട കാര്യമില്ല. കണ്ണുള്ളവർക്ക് കാണാം, ചെവിയുള്ളവർക്ക് കേൾക്കാം, ഉറപ്പാണ്, സംശയിക്കേണ്ട കാര്യമില്ല കേട്ടോ. തീർച്ചയായും ആഖിബത്ത്. മക്കളെ, വളരെ സൂക്ഷിക്കണം ഉമ്മാമാരെ. ഒരു ഖത്തീബിന്റെ പിന്നിലും പോകരുത്, ഹബീബിന് പറഞ്ഞ ഒരു ഖത്തീബിന്റെ പിന്നിലും പോകരുത്. തീർച്ചയായും കുടുംബം മുഴുവൻ അല്ലാഹു നശിപ്പിച്ചു കളയും കേട്ടോ. വളരെ ആലോചിക്കണം മക്കളെ. തമ്മാടിത്തരം കളിക്കാനല്ല, ഇവിടൊന്നും പറയാനുള്ളതല്ല കേട്ടോ. വളരെ സൂക്ഷിച്ചു കൊള്ളണം. ആരായാലും ശരി, ഏതൊരുത്തനായാലും ശരി, അല്ലാഹു വിടുകയില്ല, ഉറപ്പാണ്, സംശയിക്കേണ്ട കാര്യമില്ല കേട്ടോ. വളരെ മുമ്പുള്ളവരെ അല്ലാഹു വിട്ടിട്ടില്ല, വിട്ട് വേണ്ടേ എന്നെയും നിന്നെയും വിടാൻ. മക്കളെ ചെറുപ്പക്കാരെ, ആലോചിച്ചു കൊള്ളണം കേട്ടോ. മക്കളെ, ആഖിബത്ത് നന്നാ ഇവിടെ ഉണ്ട് കേട്ടോ. അത് എന്റെയോ നിങ്ങളെയോ ഒരു ഖത്തീബിന്റെയോ ഒരു ഉമ്മാന്റെയോ ഒരു ബാപ്പാന്റെയോ ഒരു എംഎൽഎന്റെയോ ഒരു എംപിന്റെയോ തങ്ങളെ കയ്യിലോ ഉള്ളതല്ല കേട്ടോ. അല്ലാഹുവിന്റെ കയ്യിലാണ്, അത് അല്ലാഹുവിന്റെ കയ്യിലാണ്. ഒന്നാലോചിക്കും മക്കളെ. ഖത്തീബന്മാരെ, മുദ്രിസന്മാരെ, നിങ്ങളൊന്ന് അല്പം ആലോചിക്കണം കേട്ടോ. വളരെ സൂക്ഷിക്കണം കേട്ടോ. നാവ് വിത്തന പറഞ്ഞു പോകരുത്, ഒരു ഫസാദ് ഉണ്ടാക്കി പോകരുത്. തീർച്ചയായും അല്ലാഹു ശിക്ഷിക്ക തന്നെ ചെയ്യും. ഞാൻ വലിയ മൗലാറാണ്, ഞാൻ വലിയ ഖത്തീബാണ്. എടാ ഖത്തീബേ, നിനക്കെന്തറിയാം? നിനക്കെന്താണ് ഇതിൽ ഉള്ളത്? വളരെ സൂക്ഷിക്കണം കേട്ടോ. ഹബീബിനെ പറഞ്ഞു പോകരുത്, ഹബീബിന്റെ ഷെയറേ മുബാറക്കിനെ പറഞ്ഞു പോകരുത്. തീർച്ചയായും കണ്ണുള്ളവർക്ക് കാണാകട്ടോ, സൂക്ഷിക്കണം. അതാ മക്കളെ, ചെറിയ ചെറുപ്പക്കാരനാണ്. റഹ്മാനായ റബ്ബേ, എന്താണ് മക്കളെ, അതാ ജമാഅത്തിന്റെ സെക്രട്ടറിയാണ് കേട്ടോ. ജമാഅത്തിന്റെ പ്രസിഡന്റാണ് പറഞ്ഞതുകൊണ്ടോ, അല്ല സെക്രട്ടറി എന്ന് പറഞ്ഞതുകൊണ്ടോ, അല്ല ഭാരവാഹി എന്ന് പറഞ്ഞതുകൊണ്ടോ ഒന്നും ഇവിടെ രക്ഷപ്പെടൂല കേട്ടോ.
അതാ ഷെറേ മുബാറക്കിനെ പറഞ്ഞതിൻ്റെ പേരിൽ ഒരാഴ്ച അതാ കോയിനെ എങ്ങനെ അറുത്തു അന്നലക്ക് പടച്ച് മരിച്ചതുപോലെ മരിച്ചു കഴിഞ്ഞു മക്കളെ, മരിച്ചു കഴിഞ്ഞു കേട്ടോ. ഉമ്മാമാരെ നിങ്ങളൊന്നിൻ്റെ പിന്നിൽ പോകരുത് കേട്ടോ. അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊള്ളണം, അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊള്ളണം മക്കളെ. അല്പം ഈമാൻ കൽബും വേണം കേട്ടോ. നാവുകൾ പറഞ്ഞു പോകരുത്. ഈമാനുള്ള ഒരൊറ്റ ഖത്തീബിനും അത് പറയാൻ സാധ്യമല്ല കേട്ടോ. ഈമാനില്ലാത്ത തെളിവാണത്. അതുകൊണ്ട് തന്നെ അവൻ ഇൽമില്ല എന്നും തെളിവാണ്. അവൻ ഇബ്ലീസിൽ പെട്ടവനാണ്. പോരാ നരകത്തിന്റെ അവകാശിയാണ്. സംശയിക്കേണ്ട കാര്യമില്ല, ഒരുത്തിനും സംശയിക്കേണ്ട കാര്യമില്ല കേട്ടോ. വളരെ സൂക്ഷിച്ചു കൊള്ളണം മക്കളെ. ആഖിബത്ത് അല്ലാഹുവിന്റെ കയ്യിലാണ്.